കൊല്ലം നീണ്ടകരയിൽ പുലിമുട്ടിന് സമീപം ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. 2 പേരെ കാണാതായി. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന ബോട്ടാണ് മറിഞ്ഞത്. കണ്ണനായർ വിവരങ്ങൾ നൽകും. കണ്ണനായർ, ഈ സംഭവത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു, മറ്റ് 2 പേരെ കാണാതായതായി നമ്മൾ അല്പം മുമ്പ് പങ്കുവച്ചിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. മത്സ്യബന്ധനത്തിനായി നീണ്ടാര ഹാർബറിൽ നിന്ന് കടലിലേക്ക് പോയതാണ്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ശക്തമായ തിരയുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന പുലിമുട്ടിന് സമീപത്താണ്. പുലിമുട്ടിൻ്റെ അവിടെ ബോട്ട് മറിയുകയായിരുന്നു. നമുക്ക് ആ ദൂരെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ട്, അതുപോലെ തീരദേശ പോലീസിൻ്റെ ബോട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഒരാൾ മരിച്ചു, രാജീവൻ എന്ന വ്യക്തി മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഗൗതം കൃഷ്ണ എന്നീ 2 പേരെയാണ് കാണാതായിട്ടുള്ളത്. അതായത് ഒരു കുടുംബത്തിലെ പെട്ട ആൾക്കാരാണ് അപകടത്തിൽ പെട്ടത്. ഒരാൾ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാവിലെ 6:30 സംഭവം ഉണ്ടായത്. ആദ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളടക്കം തന്നെയുള്ള ആൾക്കാർ എത്തി അവിടെ അവരെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. ഈ ബോട്ടിൽ 15 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തി, ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ ഫൗണ്ടേഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരുണ്ട്. എന്ത് സംഭവിച്ചെന്ന് പറയുന്നത്? ഒരു 4:30 നമ്മൾ പുത്തൻതറയിൽ നിന്ന് മത്സ്യബന്ധനത്തിനായിട്ട് പോയ വള്ളമാണ്. അപ്പോൾ ഏകദേശം ഒരു 7 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. ഏകദേശം 14 പേരുണ്ടായിരുന്നു. അതിലൊരു 11 പേരുടെ റെസ്ക്യൂ ഓൾറെഡി നടന്നു. അതിനകത്ത് 3 പേരിൽ ഒരാൾ മരണപ്പെട്ടു. 2 പേരെ ഇനിയും കിട്ടാനുണ്ട്. ഒരു ദയനീയമായ സംഭവം വെച്ചാൽ ഒരു കുടുംബത്തിൽ തന്നെ 3 പേരാണ്. ഒരു അച്ഛനും മരുമകനും കൊച്ചുമകനുമാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മന്ത്രി ഷിബു ബേബി ജോൺ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അദ്ദേഹം ഇടപെട്ട് ഇപ്പോൾ നേവിയെ അറിയിച്ചിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ ചെറിയ തരത്തിലുള്ളൊരു റെസ്ക്യൂ പ്രവർത്തനങ്ങൾ അവിടെ വള്ളം മറിച്ചിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശക്തമായിട്ടുള്ള തിര ഉണ്ടായിരുന്നല്ലേ? ശക്തമായിട്ടുള്ള തിര ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമായിപ്പോയി. ഒരു ബോഡി ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 2 പേർക്കുള്ള തിരച്ചിൽ വളരെ ശക്തമായിട്ടുള്ള നിലയിൽ ഇവിടെയുള്ള ബോട്ട് ഉടമകളായിട്ടുള്ള ആളുകൾ ശക്തമായിട്ടുള്ള തിരച്ചിലുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അധികം താമസിക്കാതെ തന്നെ സേന ഇവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അല്പസമയം മുമ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലത്ത് സന്ദർശിച്ചിരുന്നു. നേവിയുടെ അടക്കം സഹായം പരിശോധനയ്ക്കായി നടത്തിയിട്ടുണ്ട്. ഒപ്പം അവരുടെ സേവനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം തങ്കശ്ശേരിയിൽ ഒരു ബോട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു. 2 പേരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്തിരുന്നു. അത് 2 ദിവസം മുമ്പാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ നീണ്ടകരയിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നീണ്ടകരയിൽ നാളെ മുതൽ ട്രോളിംഗ് നിരോധനം അവസാനിച്ച് വലിയ ബോട്ടുകളൊക്കെ തന്നെ കടലിലേക്ക് തുടങ്ങുന്ന സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. 2 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഈ ഏറ്റവും എടുത്തു പറയേണ്ടത് ദാരുണമായിട്ടുള്ള സംഭവം. അതിൽ ഒരാൾ മരിച്ചയാൾ രാജീവൻ, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ്, അതുപോലെ തന്നെ ചെറുമകൻ, ഇങ്ങനെ 3 പേരെ 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ 15 പേരായിരുന്നു ബോട്ടിലുണ്ടായത്. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ഫൗണ്ടേഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ധാരാളമായിട്ടുള്ള സംഭവമാണ്. അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള നേവിയുടെ സഹായമടക്കം ഇപ്പോൾ സർക്കാർ തേടിയിട്ടുണ്ട്. അടിയന്തര 2 മണിയോടുകൂടി നേവിയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തും. അതിന് മുമ്പ് തന്നെ ബാക്കി ഈ കാണാതായ 2 പേരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കോസ്റ്റൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെയും ഭാഗത്തു നിന്ന് നടക്കുന്നത്. ശരി, കണ്ണനായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെയും കോസ്റ്റൽ പോലീസിൻ്റെയും നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. കൊല്ലത്താണ് ബോട്ട് മുങ്ങി ഒരാൾ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തു. ആകെ 14 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം.